നമ്മെ വീണ്ടെടുക്കുവാനായി സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശിഷ്യൻ ഗുരുവിനെ പോലെ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി. നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചതിന് ശേഷം അവരെ എപ്രകാരം അവിടെ ശുശ്രൂഷ ആകണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുക. അവർ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നും അവരുടെ ശുശ്രൂഷയുടെ കേന്ദ്രം എന്താകണം എന്നൊക്കെ അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ടതായ നിങ്ങളുടെ ശുശ്രൂഷ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ നിയോഗത്തിൻ്റെ വഴികളിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതായ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. ക്രിസ്തു അവരെ ധൈര്യപൂർവമായി ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ്. ഗുരു ശിഷ്യ ബന്ധം അത് ഏറെ പരിപാവനമായ ബന്ധമായി നാം കരുതുന്നതാണ്. ഗുരുവിനെ പോലെയാകുവാൻ, ഗുരുവിൻ്റെ ജ്ഞാനത്തിൻ്റെ അംശികളാകുവാൻ ശിഷ്യർ ആഗ്രഹിക്കുന്നു എങ്കിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടായി അവരുടെ പ്രവർത്തന അനുഭവങ്ങളിൽ എങ്ങനെ ആകണം എന്ന് പറയുകയാണ്. യേശുവിനെ പോലെ ആകുക എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, വലിയ വെല്ലുവിളി ജീവിതത്തിൽ പ്രായോഗികതലത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ ശിഷ്യർക്കും കഴിയണം എന്ന് വ്യക്തമായി പറയുകയാണ്. ക്രിസ്തു ലോകത്തിൽ ജീവിച്ച് കാണിച്ച മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് അനുഗ്രഹീതരായ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പിന്തുടരേണ്ടത് ക്രിസ്തുവിൻ്റെ ജീവിതമാണ്, ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക, ക്രിസ്തുവിനെ ധരിക്കുന്നവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിനോട് ചേർന്ന് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകണം. അത് ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും അപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി നമുക്ക് നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു കർത്താവിനെ പോലെ ആകുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ഭയം നമ്മളിൽ നിന്ന് ഇല്ലാതെയാകും. വേദപുസ്തകം അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതം പഠിപ്പിക്കുക നമുക്ക് അങ്ങനെയാണല്ലോ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഭയമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ് മരണഭീതി. ക്രിസ്തു ധൈര്യത്തോടെ മരണത്തിലേക്ക് നടന്നെടുത്തവനാണ്. മരണമെന്ന അല്ലെങ്കിൽ മനുഷ്യൻ പറയുന്ന മരണമെന്ന തോൽവിയെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ തൻ്റെ മരണത്തിലൂടെ, ക്രൂശു മരണത്തിലൂടെ തോൽപ്പിച്ച് നിത്യജീവൻ്റെ അനുഭവത്തിലൂടെ വിജയം വെന്നവനാണ് നമ്മുടെ കർത്താവായ യേശു മശിഹ. ആ ക്രിസ്തുവിനെ അനുകാരികൾ ആയിത്തീരുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാവിധ ഭയങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുക. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുക ഈ മരണത്തിൻ്റെ അനുഭവത്തിലാണ്.
എൻ്റെ ശരീരത്തെ നശിപ്പിച്ച് കളയുവാൻ, അല്ലെങ്കിൽ എൻ്റെ ലോകത്തിലെ എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെ ഇല്ലാതാക്കി കളയുവാനുള്ള ശക്തികൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെടുക സ്വാഭാവികം. എന്നാൽ യേശു പറയുകയാണ്, ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനെ പോലെ നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, മരണത്തെ, നമ്മുടെ ദേഹത്തെ നശിപ്പിക്കുവാൻ കഴിയുന്നതിന് നാം ഒരിക്കലും ഭയപ്പെടരുത് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. മനുഷ്യനെ നാം ഭയപ്പെടരുത്. നമ്മെ, ദേഹത്തെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളെ ഭയപ്പെടരുത് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, എന്നാൽ നാം ഭയപ്പെടണം ദൈവം തമ്പുരാനെ, നമ്മെ നിർമ്മിച്ച ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നിടത്താണ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകുക. അതുകൊണ്ട് പറയുകയാണ്, ദൈവം നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി അറിയുന്നവനാണ്. നമ്മുടെ തലയിലെ രോമം പോലും എണ്ണി തിട്ടപ്പെടുത്തി അറിയുന്നവനായ ദൈവം തമ്പുരാനാണ്. ഏറിയ കുരുവിനേക്കാളും അല്ലെങ്കിൽ ചുറ്റുപാടിനേക്കാളും നാം വിശേഷമുള്ളവരായിരിക്കെ ഈ ലോകത്തിലെ ഏറ്റവും ചെറുതെന്ന് കഴിയുന്നവരെ പോലും കരുതുന്ന ദൈവം തമ്പുരാൻ, ആ ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കനോടെ ക്രിസ്തു നമുക്ക് കാട്ടിത്തന്നും. അതാണ്, അവൻ മരണത്തെ ഭയപ്പെട്ടില്ല, പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ അനുസരിക്കുന്ന ദൈവത്തെ, ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ, ഗുരുവിനെ പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കോണം ഇടയാക്കണം. ഒന്നുകൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അത് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതാണ്. ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയുടെ മുഖത്ത് നിൽക്കുമ്പോഴും യേശു കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പ്രവേശിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവ് ക്രൂശുമരണത്തിലൂടെ തൻ്റെ പിതാവായ ദൈവത്തെ ഉയർത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അതാണ് യേശു കർത്താവ് നമ്മോടും ആവശ്യപ്പെടുക. പ്രിയ ദൈവജനമേ, ക്രിസ്തു ശിഷ്യരായി തീരുന്ന നാം, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരും ഗുരുവിനെ പോലെ, ക്രിസ്തുവിനെ പോലെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവരായി തീരണം. അപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശിഷ്യൻ എപ്രകാരമോ അത് ഗുരുവിനെ പോലെ തന്നെ. ആമീൻ.